നമസ്കാരം. സ്വന്തം ശരീരത്തിൽ നിറയുന്ന മാലിന്യവുമായി 24 മണിക്കൂറിനപ്പുറം ഒരു ജീവിക്കും നടക്കാനാകില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആനകൾക്ക് എരണ്ടക്കെട്ടും മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും ദഹനക്കേടും ഉണ്ടാകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ എരണ്ടക്കെട്ടാണ്. ആരാണ് ഈ സ്ഥിതിക്ക് ഉത്തരവാദി? സ്വന്തം അടുക്കളയിൽ നിന്നുള്ള ജൈവ മാലിന്യം കോർപ്പറേഷന്റെ പച്ച ബിന്നിലേക്ക്, അജൈവ മാലിന്യം ചുവന്ന ബിന്നിലും. ഇത്രയുമിട്ട് ഹരിതകർമ്മസേനയ്ക്ക് പണവും കൊടുത്താൽ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് കരുതുന്നവരാണ് ഏറെയും. ഒരു ചതുരശ്ര മീറ്റർ സ്ഥലത്ത് വയ്ക്കാൻ കഴിയുന്ന കിച്ചൺ ബിന്നുകൾ കോർപ്പറേഷൻ വ്യാപകമായി വിതരണം ചെയ്തു. 90% സബ്സിഡി നൽകിയാണ് ഇവ വീടുകളിൽ എത്തിച്ചത്. ഇതിൽ എത്ര എണ്ണം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്? 10% ജനതയെങ്കിലും ഒരു തവണയിൽ കൂടുതൽ മാലിന്യം അതിൽ കൈകാര്യം ചെയ്തോ? മാലിന്യം നീക്കേണ്ടത് നഗരസഭയുടെ ബാധ്യതയല്ല, ഹരിത പ്രോട്ടോകോൾ അനുസരിച്ച് പൗരന്മാരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കൂടുതൽ അഴുകാതിരിക്കട്ടെ തലസ്ഥാന നഗരം. തലസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരം ഏറ്റവും വൃത്തിയുള്ള നഗരം കൂടി ആകേണ്ടതായിരുന്നു. മറ്റ് നഗരങ്ങളിൽ നിന്ന് ഭിന്നമായി വീതിയേറിയ വഴികളും നിരവധി കനാലുകളും അതിലേറെ പൊതു ഇടങ്ങളുമുണ്ട്. എന്നിട്ടും പതിറ്റാണ്ടുകളായി പരിഹരിക്കാൻ കഴിയാത്ത കീറാമുട്ടിയാണ് മാലിന്യ പ്രശ്നം. സ്വന്തം വീടുകളിലെ മാലിന്യം വലിച്ചെറിഞ്ഞാലും പുറത്തു പോയാൽ മതിയെന്ന് കരുതുന്ന പൗരന്മാർ, കൈകാര്യം ചെയ്യാൻ ഏജൻസികളെ ഏൽപ്പിച്ചാൽ ചട്ടപ്രകാരമുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് കരുതുന്ന കോർപ്പറേഷനും റെയിൽവേയും, കിട്ടുന്ന മാലിന്യം ഏതെങ്കിലും പാടം നികത്താനും നിലം നികത്താനും വിറ്റ് കാശാക്കാം എന്ന് കരുതുന്ന ഏജൻസികൾ, ചീഞ്ഞഴുകിയ മാലിന്യമാണെങ്കിലും സ്വന്തം പുരയിടം 4 അടി ഉയരട്ടെ എന്ന് കരുതുന്ന സ്ഥലം ഉടമകൾ, ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട തദ്ദേശ ഭരണ സംവിധാനം. തിരുവനന്തപുരം നഗരത്തിലെ ഇപ്പോഴത്തെ മാലിന്യ പ്രശ്നത്തിൽ ഇവയ്ക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്. കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യം തള്ളുന്ന ബ്രഹ്മപുരത്ത് വലിയ തീപിടുത്തം ഉണ്ടായത് 1 വർഷം മുമ്പാണ്. കൊച്ചിയിൽ അതുവരെ ചെയ്തിരുന്നത് കിട്ടുന്നതെല്ലാം ആ യാർഡിലേക്ക് തള്ളുക എന്നതായിരുന്നു. എത്ര ഏജൻസികൾക്കാണ് കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാൻ കരാർ നൽകിയത്? ആരും വിജയിച്ചില്ല. ആ തീപിടുത്തം ആഴ്ചകളോളം കൊച്ചിയിലെ ജീവിതം ദുസ്സഹമാക്കി. അന്തരീക്ഷം തെളിഞ്ഞു വരാൻ മാസങ്ങളെടുത്തു. ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു നീതീകരണവും ഇല്ലാത്ത കാര്യങ്ങളാണ്. കോർപ്പറേഷനിൽ നിന്ന് മാലിന്യം ശേഖരിക്കാൻ 28 ഏജൻസികൾക്കാണ് അനുമതി നൽകിയത്. കരാർ ഏറ്റെടുത്താൽ ആ മാലിന്യം കൈകാര്യം ചെയ്യേണ്ടത് ഏജൻസികളുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അത് എങ്ങനെ സംസ്കരിക്കണമെന്നും എവിടെ കൊണ്ടുപോകണം എന്നതിനുമെല്ലാം ശുചിത്വ മിഷന്റെ ചട്ടങ്ങളുണ്ട്. അത് പാലിക്കുന്നവർക്കാണ് ലൈസൻസ് നൽകുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ 28 ഏജൻസികളിൽ 20 എണ്ണവും മാലിന്യം കൊണ്ടുപോയിരുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ആ യാത്ര ഇപ്പോൾ തടസ്സപ്പെട്ടതാണ് ഈ പ്രതിസന്ധി പുറത്തു വരാൻ കാരണം. തിരുവനന്തപുരത്ത് നിന്ന് ശേഖരിച്ച മാലിന്യം എങ്ങനെയാണ് തിരുനെൽവേലിയിൽ എത്തിയത്? അതും മെഡിക്കൽ മാലിന്യം. പുഞ്ചക്കരയിലെ സൺഏജ് ഇക്കോസിസ്റ്റം എന്ന കമ്പനി അത് കൊണ്ടുപോയി തമിഴ്നാട്ടിലെ നെല്ലറയിൽ തള്ളുകയാണ്. അത്യന്തം നാണക്കേടുണ്ടാക്കി തിരികെ കൊണ്ടുവരേണ്ട സ്ഥിതിയും ഉണ്ടായി. ഇതിനുശേഷം കേരളത്തിൽ നിന്നുള്ള ഒരു മാലിന്യ വണ്ടിക്കും തമിഴ്നാട്ടിലേക്ക് പ്രവേശനം കിട്ടുന്നില്ല. വണ്ടികളെല്ലാം പിടികൂടി തിരികെ അയക്കുകയാണ്. അങ്ങനെ തിരികെ അയക്കുന്ന മാലിന്യം ഇപ്പോൾ തള്ളുന്നത് നെയ്യാറ്റിൻകരയിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യം ഏറ്റുവാങ്ങാൻ നെയ്യാറ്റിൻകരയ്ക്ക് എന്ത് ബാധ്യതയാണുള്ളത്? ഇതേ ചോദ്യം ഓരോ വീട്ടുടമയും ചോദിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുക. ശുചിമുറിയിൽ നിന്നുള്ള മാലിന്യം സ്വന്തം പുരയിടം വിട്ട് എങ്ങോട്ടും കൊണ്ടുപോകരുത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സ്വന്തം അടുക്കളയിലെ മാലിന്യവും കൈകാര്യം ചെയ്യാൻ നിയമം ഉണ്ടാകാതെ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. സ്വച്ഛ് ഭാരത് അഭിയാനുകൾ പുതിയ ശുചിമുറികൾ നിർമ്മിക്കാൻ മാത്രമല്ല, മാലിന്യ സംസ്കരണ സംവിധാനം സ്ഥാപിക്കാനും നിർബന്ധമാക്കണം. ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലുമൊക്കെ ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാലിന്യവും കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം വേണം. ഒരാഴ്ചയിലേറെയായി മാലിന്യം നീക്കാത്തതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേരിടുന്ന പ്രശ്നം. വീടുകളിൽ മാത്രമല്ല, ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും മാലിന്യം കെട്ടിക്കിടക്കുന്നു.
വീടുകളിൽ നിന്നെടുത്തവ 4-5 ദിവസം ലോറികളിൽ ഇരുന്ന് അഴുകുന്നു. വഴിയോരത്ത് തള്ളിയവ അങ്ങനെ തന്നെ തുടരുന്നു. ഈ സ്ഥിതി ഉണ്ടായത് മാലിന്യം ഒരു നിധി കുംഭം കൂടിയാണ് എന്നതിനാലാണ്. മാലിന്യം ശേഖരിച്ച് ലക്ഷങ്ങൾ നേടിയിരുന്ന കമ്പനികൾ, അവയെ ആശ്രയിച്ചു മാത്രം നിലനിന്ന തദ്ദേശ സ്ഥാപനങ്ങൾ, ഇവരൊന്നും മാലിന്യത്തെ ഉറവിടത്തിൽ സംസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടവർ ആയിരുന്നില്ല. അങ്ങനെ സംസ്കരിച്ചാൽ അതുവഴി ലഭിക്കുന്ന കോടികൾ നഷ്ടമാകും. അത്തരമൊരു മാനസികാവസ്ഥ കൊണ്ട് മാത്രം നടക്കാതെ പോയതാണ് തലസ്ഥാന നഗരത്തിലെ മാലിന്യ സംസ്കരണം. റെയിൽവേ പോലും എന്താണ് ചെയ്തത്? കൊച്ചുവേളിയിലെ മാലിന്യം വിവാദമുണ്ടാക്കിയ അതേ ഏജൻസിക്ക് തന്നെ നൽകി. ആ ഏജൻസി ഈ മാലിന്യം ശേഖരിച്ച് പറമ്പുകളിൽ തള്ളി. റെയിൽവേ പോലെ ഇത്രയും വിപുലമായ സംവിധാനങ്ങളുള്ള പ്രസ്ഥാനം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ദിവസക്കൂലിക്ക് 2 പേരെ ഇറക്കുകയാണ്. കയ്യിൽ ഒരു കൈക്കോട്ട് പോലുമില്ലാതെ അഴുക്കുചാലിലേക്ക് ഇറങ്ങിയ അതിലൊരാൾ മുങ്ങി മരിക്കുന്നു. അങ്ങനെയൊന്ന് ഉണ്ടായപ്പോഴെങ്കിലും കണ്ണു തുറക്കേണ്ടതായിരുന്നു. പകരം പിന്നെയും മാലിന്യം ലോറിയിൽ കയറ്റിവിട്ട് കാണുന്നിടത്തെല്ലാം തള്ളിക്കൊണ്ടിരിക്കുന്നു. റെയിൽവേ എങ്കിലും നന്നായി എന്ന് ബോധ്യപ്പെടുത്താതെ പൗരന്മാർക്ക് എങ്ങനെയാണ് ചുമതലാബോധം വരുന്നത്? അടുത്ത പകർച്ചവ്യാധിക്ക് കാത്തു നിൽക്കാതെ തലസ്ഥാന നഗരം ശുചിയാകട്ടെ എന്ന് മാത്രമേ ഈ നിമിഷം പറയാൻ കഴിയൂ. പ്ലേഗ് പടർന്നു പിടിക്കേണ്ടി വന്നു സൂറത്ത് നഗരം വൃത്തിയാകാൻ എന്നുകൂടി മറക്കാതിരിക്കാം. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.